വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. 8 മാസത്തിലധികമായി അമേരിക്ക മുന്നോട്ട് വെച്ച ഗസ വെടിനിർത്തൽ കരാർ ഐക്യരാഷ്ട്രസഭയിൽ പാസായി. ഹമാസ് വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തു. കരാർ പ്രകാരം ഗസയുടെ കൈവശമുള്ള ബന്ദികളെ വിട്ടയക്കുകയും ഇസ്രായേലിന്റെ കൈവശമുള്ള പലസ്തീനികളെ തിരിച്ചു നൽകുകയും വേണം. മാത്രമല്ല, ഭവനരഹിതരായ പലസ്തീനികൾക്ക് തിരികെ അവരുടെ രാജ്യത്തേക്കും അവരുടെ ഭവനങ്ങളിലേക്കും തിരിച്ചു വരാനുള്ള അനുമതി ഉണ്ടായിരിക്കണം. 8 മാസത്തോളം നീണ്ട ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ വന്ന പ്രമേയങ്ങളെ പലതവണ അമേരിക്ക എതിർക്കുകയായിരുന്നു. എന്നാൽ അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിനെ ഏകകണ്ഠമായി അംഗീകരിച്ചത് അമേരിക്കയുടെ നയതന്ത്ര വിജയമായി കാണുന്നു. ഐക്യരാഷ്ട്രസഭയിലെ അറബ് പ്രതിനിധിയായ അൾജീരിയ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിന് മറ്റു അംഗരാജ്യങ്ങളിൽ നിന്ന് മികച്ച പിന്തുണ ലഭിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി. അൾജീരിയൻ പ്രതിനിധിയുടെ വാക്കുകൾ: അമേരിക്ക കൊണ്ടുവന്ന വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്ക് അനുകൂലമായി ഞങ്ങൾ വോട്ട് ചെയ്തത് ഈ കരാർ എത്രയും പെട്ടെന്ന് പൂർണ്ണ വെടിനിർത്തലിലേക്ക് വഴിതെളിക്കുമെന്നതിനാണ്. വോട്ടിംഗിന് ശേഷം ഐക്യരാഷ്ട്രസഭയിലെ പലസ്തീൻ പ്രതിനിധി ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞത്: ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഈ കരാറിലെ ഒന്നാമത്തെ വ്യവസ്ഥയായ വെടിനിർത്തലിനെയാണ്. ഈ വെടിനിർത്തൽ ഒരു പൂർണ്ണ വെടിനിർത്തലായി പരിണമിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദര രാഷ്ട്രങ്ങളോട് പറയാനുള്ളത് എന്നാണ്. ശാശ്വതവും നിരുപാധികവുമായ വെടിനിർത്തൽ വേണമെന്നാണ് റഷ്യ ആവശ്യപ്പെട്ടത്. റഷ്യ അമേരിക്ക കൊണ്ടുവന്ന വെടിനിർത്തൽ കരാറിന് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക ആവർത്തിച്ചു പറഞ്ഞത് ഈ വെടിനിർത്തൽ കരാറിലെ നിബന്ധനകൾ ഇസ്രായേൽ അംഗീകരിക്കുന്നുവെന്നാണ്. എന്നാൽ വോട്ടെടുപ്പിന് ശേഷം ഇസ്രായേൽ പ്രതിനിധി പറഞ്ഞത് ഹമാസിന് മുതലെടുക്കാൻ കഴിയുന്ന അർത്ഥശൂന്യവും അനന്തവുമായ ചർച്ചകളിൽ ഇസ്രായേൽ ഏർപ്പെടുന്നില്ലെന്ന്. ഐക്യരാഷ്ട്രസഭാ തീരുമാനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമാണെങ്കിലും അവയുടെ സ്വാധീനം അത് നടപ്പിലാക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും. പ്രത്യേകിച്ച് ഈ കേസിൽ അമേരിക്ക പറയുന്നത് ഈ പ്രമേയത്തിൽ ഇസ്രായേൽ അവരുടെ ബാധ്യത നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അമേരിക്ക നേരിട്ട് പ്രവർത്തിക്കുമെന്നാണ്. അതേസമയം ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രധാന പങ്കുവഹിച്ച ഖത്തറും ഈജിപ്തും തുടർന്നും ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് ഹമാസുമായി നിരന്തര ബന്ധം സ്ഥാപിക്കുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നതെന്നാണ്. ഹമാസ് മീഡിയേറ്റേഴ്സുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പുതിയ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അറിയിച്ചു. സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നുവെന്നും നമുക്ക് നോക്കാം. ഗസ വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ ആദ്യഘട്ടം 6 ആഴ്ചത്തെ വെടിനിർത്തൽ. അതിൽ കുറച്ച് ബന്ദികളെ വിട്ടയക്കുന്നു. പകരം ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുന്നു. കൂടെ ജനവാസ മേഖലകളിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറുന്നു. 2ാം ഘട്ടം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു. ഇതിൽ അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നു. പകരം ബാക്കിയുള്ള ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുന്നു. 3ാം ഘട്ടം വർഷങ്ങളെടുത്തുള്ള ഗസയുടെ പുനർനിർമ്മാണമാണ്. ഇസ്രായേൽ ബോംബിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച രാത്രിയിലും ചൊവ്വാഴ്ചയുമായി 11 പലസ്തീനികൾ ഗസ സിറ്റിക്ക് അടുത്ത് കൊല്ലപ്പെട്ടു. ഇതിൽ 2 പേർ കുട്ടികളായിരുന്നു. ഖാൻ യൂനിസിൽ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ 8 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. കൂടാതെ ഭവനരഹിതരായ 10 പലസ്തീനികളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സേനയും ഹമാസും വീണ്ടും തെക്കൻ റഫയിൽ ഉഗ്രയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. റഫേലുണ്ടായ ഒരു സ്ഫോടനത്തിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 5 സൈനികർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയതിനു ശേഷം 650-ലധികം ഇസ്രായേലി ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ പറയുന്നത്. സദേൺ ഗസയിലെ ഖാൻ യൂനിസിൽ ഒരു ആശുപത്രിക്കടുത്തുള്ള വീടിന് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ നിരവധി കുട്ടികളടക്കം ധാരാളം പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ ശക്തമായ ബോംബിങ്ങിന്റെ ദുരിതപ്പെയ്ത്ത് ഒരു ദിനം കൂടി ഫലസ്തീനികൾ അനുഭവിച്ചു. ഭവനരഹിതരുടെ ടെന്റുകളിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇന്നലെ ഗസയിൽ 26 പേർ കൊല്ലപ്പെട്ടു. ഗസയിലുടനീളം ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് അവർക്ക് ആവശ്യമായ ഇന്ധനമില്ലാതെയും മെഡിക്കൽ സാമഗ്രികളില്ലാതെയുമാണ്. ആയിരക്കണക്കിന് വരുന്ന മനുഷ്യജീവനുകളെ ഭീഷണിയില്ലാത്തുകയാണ് ഈ ദുരിതം. ആശുപത്രികളിൽ തിങ്ങി നിറയുന്ന രോഗികൾ കാരണം ആശുപത്രി ജീവനക്കാർ വളരെയധികം പ്രയാസപ്പെടുകയാണ്.